ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു മൂവിയാണ്. ഒരാൾ കൊല്ലപ്പെടുന്നു. ആ കൊലയിൽ സംശയാസ്പദമായി നിൽക്കുന്നത് 4 പേരാണ്. ആ 4 പേരിൽ ആരാണ് യഥാർത്ഥ കൊലയാളി എന്ന് കണ്ടെത്തണം. അത് നമ്മളുടെ തന്നെ ജോലിയാണ്. ഈ ഒരു മൂവിയുടെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയണം ആരായിരിക്കും യഥാർത്ഥ കൊലയാളി. അപ്പൊ നമുക്ക് കഥയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കമ്പനിയാണ്. സ്റ്റാഫുകളെല്ലാം ഉച്ചയൂണ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ കമ്പനിയുടെ GM ആയിട്ടുള്ള സദാശിവൻ മരിച്ച നിലയിൽ അവരുടെ പ്ലാന്റിനുള്ളിൽ കിടക്കുന്നതാണ്. അവിടുത്തെ സ്റ്റാഫ് മണി പോയി അയാളെ വിളിച്ചു നോക്കിയെങ്കിലും അയാൾക്ക് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. നിലത്ത് കിടക്കുന്ന സദാശിവന്റെ ഫോണിൽ അയാൾ അവസാനമായി പ്ലേ ചെയ്തിരുന്ന പാട്ടും കേൾക്കാം. പിന്നീട് കാണിക്കുന്നത് റോഡ് സൈഡിലുള്ള ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ് ആണ്. കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിംഗിന്റെ ടെറസിൽ ദിലീപൻ എന്ന് പറയുന്ന ഒരാൾ കിടപ്പുണ്ടായിരുന്നു. സദാശിവന്റെ കൊലപാതകത്തിലെ ആദ്യത്തെ സസ്പെക്ട് ആണ് ദിലീപൻ. അതേ കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു അയാൾ. ഈ ദിലീപൻ ഒരു പ്രശ്നമുണ്ട്. ചെറിയ സൗണ്ട് പോലും അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കും. ഏതെങ്കിലും പ്രാണികൾ അവന്റെ ചുറ്റും കിടന്ന് മൂളുന്നതോ അല്ലെങ്കിൽ മുകളിലൂടെ ഫ്ലൈറ്റ് പോകുന്നതോ അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗണ്ടുകളും അവൻ അരോചകമായിരുന്നു. എപ്പോഴും നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോകാതെ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത്. പക്ഷേ ഇവന്റെ വൈഫാകട്ടെ പേടിച്ചിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു, ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. ഇവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോലീസുകാര് ഈ ബിൽഡിംഗിലേക്ക് വരികയും ഇവനെ പിടിച്ചുകൊണ്ടുപോയി തിരിച്ച് വീട്ടിലാക്കുകയും ചെയ്തു. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പോലീസുകാരെ വിട്ട് വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തന്റെ വൈഫിനോട് എപ്പോഴും വഴക്കിടുകയും ചെയ്യും. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ സൗണ്ടും വൈഫിന്റെ ഉച്ചത്തിലുള്ള സംസാരവും മിക്സിയുടെ സൗണ്ട്, ടിവിയുടെ സൗണ്ട് ഇതൊന്നും തനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ കുറച്ചു നേരം സമാധാനത്തിന് വേണ്ടി ആ ബിൽഡിംഗിൽ പോയി കിടക്കുന്നതെന്നാണ് അവൻ പറയുന്നത്. വലിയൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതായിരുന്നു ദിലീപൻ. അതുകൊണ്ട് തന്നെ അത്രയും വലിയ വീട്ടിലെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചത് കൊണ്ട് തന്നെ അവൻ ഈ ചെറിയ വീട്ടിൽ ജീവിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. അവന്റെ വൈഫിനെ അവൻ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒളിച്ചോടിയതാണ്. അത് കാരണം ദിലീപന്റെ വീട്ടുകാർ അവനെ പുറത്താക്കി. അവന്റെ വീട്ടുകാരുമായിട്ട് അവനൊരു ബന്ധവുമില്ല. ജോലി ചെയ്യുന്ന കമ്പനിയിലെത്തി കഴിഞ്ഞാൽ അവന്റെ തൊട്ടടുത്തുള്ള ക്യാബിനിലാണ് അവന് മുകളിലുള്ള ആ GM ആയിട്ടുള്ള സദാശിവൻ ഇരുന്നിരുന്നത്. അയാളാകട്ടെ ഉച്ചത്തിലായിരുന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ തന്റെ മൊബൈലിൽ ഏതെങ്കിലും ഒരു പാട്ട് ഉച്ചത്തിൽ വെച്ചുകൊണ്ടിരിക്കും. പലതവണ സൗണ്ട് കുറച്ച് വെക്കാൻ ദിലീപൻ പറഞ്ഞാലും സദാശിവൻ കേൾക്കില്ല. ആ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അയാളായതുകൊണ്ട് അതിന്റെ അഹങ്കാരം അയാൾക്കുണ്ടായിരുന്നു. അന്ന് രാത്രിയിലെങ്കിലും വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിന്റെ സൗണ്ട്, ജനല് കിടന്നടയുന്ന സൗണ്ട്, അങ്ങനെ എല്ലാ സൗണ്ടും കാരണം അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൻ ജനലും അടച്ച് ഫാനും ഓഫാക്കി വന്നു കിടക്കുമ്പോൾ അവന്റെ വൈഫിന് ചൂടെടുക്കാൻ ആരംഭിക്കും. അവൾ വീണ്ടും ജനല് തുറന്നിട്ട് ഫാൻ ഓണാക്കും. ഇത് കാരണം അവന്റെ ഉറക്കം ശരിയാകത്തേയില്ല. പിറ്റേന്ന് രാവിലെ അവൻ ഓഫീസിലേക്ക് എത്തിയപ്പോൾ മാനേജറിന്റെ ക്യാബിൻ മണി ക്ലീൻ ആക്കുകയാണ്. അവൻ ഇരിക്കുന്ന ചെയറിൽ മാനേജർ ഇരിക്കുന്നു. ഹരിണി എന്ന് പറയുന്ന ഒരു പുതിയ പെൺകുട്ടിയെ അവരുടെ ഓഫീസിലേക്ക് നിയമിക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ GM. അയാൾ അവിടുന്ന് എഴുന്നേറ്റ് മാറുന്നിടം വരെ സ്വസ്ഥമായിട്ട് ക്യാൻറ്റീനിൽ പോയി ഇരിക്കാമെന്ന് കരുതിയിട്ട് ദിലീപൻ ക്യാൻറ്റീനിലേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മണി വന്ന് അവനെ വിളിക്കുന്നുണ്ട്. GM സാർ രാവിലെ തന്നെ ഇന്റർവ്യൂ വെക്കുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ അയാളുടെ ക്യാബിൻ ഞാൻ വൃത്തിയാക്കി ഇട്ടിരുന്നേനെന്ന് മണി പറയുന്നു. കൂടുതലൊന്നും മിണ്ടാതെ ദിലീപൻ തന്റെ ചെയറിലേക്ക് ഇരിക്കാൻ ചെല്ലുന്നു. അപ്പോഴും സദാശിവൻ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ദിലീപനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഈ സദാശിവൻ ഒരു ഹോബിയായിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയ ദിലീപനാകട്ടെ വീട്ടിലെ ജനലിന്റെ സൗണ്ട് ഒക്കെ മാറ്റുന്നു. അതിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു. അവൻ 18,000 രൂപയാണ് അവന് സാലറി കിട്ടുന്നത്. ഈ ജോലിയിൽ ഇങ്ങനെ നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും സമാധാനമായിട്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാമെന്നുമാണ് അവൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതല്ലേ പോകുന്നത്. വേണമെങ്കിൽ നാട്ടിൽ നിന്നും എന്റെ അമ്മ എവിടേക്ക് വരുത്താം, അമ്മ കുഞ്ഞിനെ നോക്കിക്കൊള്ളും, ഞാനൊരു ജോലിക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് അവൾ പറയുന്നു. എന്നാൽ ദിലീപന് അത് ഓക്കെ ആയിരുന്നില്ല. അവളുടെ അമ്മയുടെ സംസാരമൊക്കെ ദിലീപന് നന്നായിട്ട് അറിയാം. ബഹളം കേൾക്കുന്നത് ഇഷ്ടമില്ലാത്തത് കാരണം അവരിങ്ങോട്ട് വരാത്തത് തന്നെ നല്ലതെന്ന് അവൻ ചിന്തിക്കുന്നു. പിറ്റേന്ന് അവൻ ഓഫീസിൽ ആകെ ഭ്രാന്ത് പിടിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കമ്പനിയുടെ MD പ്രകാശ് ആകട്ടെ അവിടേക്ക് വരുന്നു. പ്രകാശിന്റെ അച്ഛൻ കുറച്ച് നാൾ മുൻപേ മരിച്ചുപോയി. അതിനുശേഷം ഈ കമ്പനിയെല്ലാം നോക്കുന്നത് പ്രകാശായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം തനിക്ക് ലീവ് വേണമെന്ന് പ്രകാശിനോട് ദിലീപൻ പറഞ്ഞതും പ്രകാശ് പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് ഇപ്പൊ കൂടി ലീവ് എടുത്തോ, ഇനി അധികം ലീവ് എടുക്കാൻ പറ്റില്ല എന്ന്. സദാശിവനെ GM പോസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് നിന്നെ ആ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ് താനെന്നാണ് പ്രകാശ് പറയുന്നത്. അത് കേട്ടപ്പോൾ ദിലീപനെ കുറിച്ച് സന്തോഷം തോന്നി. അങ്ങനാണെങ്കിൽ അവന് നല്ല സാലറി പാക്കേജും കിട്ടും. ആ സമയത്ത് പുറത്തു പോയിട്ട് അവിടേക്ക് വന്ന സദാശിവനാകട്ടെ ദിലീപൻ ലീവ് എടുക്കുന്നത് കണ്ടിട്ട് അവനോട് പറയുന്നുണ്ട്, ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഇവിടെ ഒരുപാട് പണിയുണ്ട്, അതൊക്കെ തീർത്തിട്ട് വൈകുന്നേരം പോയാൽ മതിയെന്ന്. പക്ഷേ MD തനിക്ക് ലീവ് തന്നു എന്ന് ദിലീപൻ പറഞ്ഞിട്ടും ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനാണെന്നാണ് സദാശിവൻ പറയുന്നത്. തനിക്ക് മുകളിലുള്ള MD ആയ പ്രകാശിനെ പോലും സദാശിവൻ വകവച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രകാശിന്റെ അച്ഛനിരുന്ന കാലം തൊട്ടേ സദാശിവനായിരുന്നു ഈ കമ്പനി ഇത്രയും വളർത്തിക്കൊണ്ടു വന്നത്. ഇപ്പൊ കയറിയ ആ ചെറിയ പയ്യനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് എപ്പോഴും സദാശിവൻ പറയും. ദേഷ്യം വന്നിട്ട് സ്റ്റോക്കുകളെല്ലാം പരിശോധിക്കാൻ ഫയലും എടുത്തുകൊണ്ട് പ്ലാന്റിനുള്ളിലേക്ക് ദിലീപൻ പോകുന്നു. ആ സമയം ഓപ്പോസിറ്റ് വന്ന അവിടുത്തെ കമ്പനി സ്റ്റാഫായ ഷൺമുഖത്തിന്റെ ശരീരത്തിൽ അവൻ അറിയാതെ ഇടിച്ചു. ഷൺമുഖത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം താഴേക്ക് വീണു. രണ്ടുപേരുടെ ID കാർഡും താഴെ വീണു. അത്
അതുവഴി വന്ന മണിയാണ് ഈ ID കാർഡ് എടുത്ത് രണ്ടുപേർക്കും കൊടുക്കുന്നത്. പ്ലാന്റിനുള്ളിലേക്ക് കയറുമ്പോഴും പോകുമ്പോഴും എല്ലാം തന്നെ ID സ്കാൻ ചെയ്തിട്ടായിരുന്നു അവർ പോകുന്നത്. ഉച്ചയൂണിന്റെ സമയത്ത് എല്ലാവരും ആഹാരം കഴിക്കാൻ പോയി. സ്റ്റോക്കെല്ലാം പരിശോധിച്ചിട്ട് ദിലീപൻ നോക്കുമ്പോൾ പ്ലാന്റിനകത്ത് നിന്ന് സദാശിവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. അവൻ വീണ്ടും അയാളോട് പോയി പറയുന്നുണ്ട്, വർക്കൊക്കെ ഞാൻ തീർത്തു, എനിക്ക് ലീവ് വേണം, അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ട് പുറത്തു പോകണമെന്ന്. എന്നാൽ അയാൾ അവനെ മൈൻഡ് ചെയ്യാതെ തന്നെ നിൽക്കുകയായിരുന്നു. ഓരോന്ന് പറഞ്ഞ് അയാൾ വീണ്ടും അവനെ ഇറിറ്റേറ്റ് ചെയ്യാനും അവന്റെ ശരീരത്തിൽ തൊടാനും ആരംഭിച്ചു. ദേഷ്യം വന്ന് അവനാകട്ടെ അയാളെ പിടിച്ച് തള്ളി. അയാൾ പോയി അടുത്തുണ്ടായിരുന്ന മെഷീനിലേക്ക് ഇടിക്കുകയും താഴേക്ക് വീഴുകയും ചെയ്തു. ദിലീപൻ നോക്കുമ്പോൾ അയാൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. അയാൾ മരിച്ചുവെന്ന് അവന് മനസ്സിലായി. പേടിച്ചുപോയ അവനാകട്ടെ പെട്ടെന്ന് തന്നെ തന്റെ ID സ്കാൻ ചെയ്ത് പ്ലാന്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. അതിനുശേഷമാണ് സ്റ്റാഫുകളെല്ലാം ആഹാരം കഴിച്ചിട്ട് വരുമ്പോൾ ഇയാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ മണിയാകട്ടെ അയാളുടെ ടേബിളിലേക്ക് വന്ന് അവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്നും അയാളുടെ വൈഫിനെ വിളിച്ച് അറിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് അവിടെ അപ്പോഴും തുറന്നു തന്നെ വെച്ചിട്ടുണ്ട്. ആഹാരം കഴിക്കുന്നതിനിടയിൽ പാവം എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അയാൾക്ക് ഈ ഗതി വരികയും ചെയ്തല്ലോ എന്ന് ഇവർ പരസ്പരം പറയുന്നുണ്ട്. മണി കുറെ തവണ അയാളുടെ വൈഫിനെ വിളിച്ചെങ്കിലും ആ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. ഇവർ കോള് കട്ട് ചെയ്തതും തിരിച്ചു ഇങ്ങോട്ടൊരു കോള് വരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ മണിയാകട്ടെ സദാശിവൻ സാറ് മരിച്ചുപോയെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ആ കോള് കട്ടായി. കേട്ട ഷോക്കില് അയാളുടെ വൈഫ് കോള് കട്ട് ചെയ്തതായിരിക്കാമെന്ന് അവർ കരുതി. എന്നാൽ അവർ പോകാൻ തുടങ്ങിയതും വീണ്ടും ഒരു കോള് വരുന്നു. അത് അയാളുടെ വൈഫായിരുന്നു. മണി ഒന്നുകൂടി കാര്യം സൂചിപ്പിക്കുന്നു. അത് കേട്ടതും അവരവിടെ കരയാൻ ആരംഭിച്ചു. ഇപ്പോൾ വിളിച്ചതാണ് സദാശിവന്റെ വൈഫെങ്കില് ഇതിനിടയ്ക്ക് ഇങ്ങോട്ടൊരു കോള് വന്നില്ലേ, അതാരുടെ കോളായിരിക്കാമെന്ന് ഇവർ ചിന്തിക്കുന്നു. ചിലപ്പോൾ കമ്പനിയിലേക്ക് വേറെ ഏതെങ്കിലും ക്ലയന്റുകൾ വിളിച്ചതായിരിക്കാമെന്നാണ് അവർ കരുതുന്നത്. അപ്പോഴും സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ആ തുറന്നു വെച്ച ഫുഡ് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇനിയാണ് സസ്പെക്ട് നമ്പർ 2ാമത്തെ ആളെ കാണിക്കുന്നത്. ഹരിണി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. സദാശിവൻ ഇന്റർവ്യൂ എടുത്ത അതേ പെൺകുട്ടി. അവൾ ഇന്റർവ്യൂവിന് എത്തുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണ് ഇനി നമ്മളെ കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഹരിണിയുടെ അമ്മയും അച്ഛനും തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞതായിരുന്നു. 3 വർഷം മാത്രമേ ആ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ. അതിനുശേഷം അയാളിൽ നിന്ന് കിട്ടുന്ന ജീവനാംശം കൊണ്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അയാൾ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. അതിൽ 2 പെൺമക്കളും ഉണ്ട്. എന്നാൽ അടുത്തിടെ ഹരിണിയുടെ ആ അച്ഛൻ മരിച്ചുപോയി. അയാളുടെ മരണശേഷം ഇനിയും ജീവനാംശം തരാൻ തങ്ങൾക്ക് പറ്റില്ലാന്ന് അയാളുടെ 2ാമത്തെ ഭാര്യ ഇവരെ വന്ന് അറിയിക്കുകയും ഇവർക്ക് കുറച്ച് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നു. ഹരിണിയുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞില്ലേ, അവളിന് ജോലി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ആ സ്ത്രീയുടെ 2 പെൺമക്കളും പഠിപ്പ് പോലും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഹരിണി ഒരു ജോലി കണ്ടെത്തിയെങ്കിലേ പറ്റൂന്ന് അവൾക്കും അമ്മയ്ക്കും മനസ്സിലായി. അങ്ങനെയാണ് അവൾ ആ കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ തീരുമാനിച്ചത്. അവൾക്കൊരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. നീന എന്നാണ് അവളുടെ പേര്. ഹരിണിയും നീനയും തമ്മിൽ ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നതൊന്നും തന്നെ ഹരിണിയുടെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. നീന ഒരു ലെസ്ബിയൻ ആണോ എന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഹരിണിയെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് നീനയാണ്. സദാശിവനായിരുന്നു അവളുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നത്. വീണ്ടും അതേ ദിവസം തന്നെ ഒന്നുകൂടി നമ്മളെ കാണിക്കുന്നു. സദാശിവൻ തന്റെ ചെയറിലിരുന്ന് ഇന്റർവ്യൂ എടുക്കുന്ന കണ്ടിട്ട് ദിലീപൻ ദേഷ്യപ്പെട്ട് ക്യാന്റീനിലേക്ക് പോകുന്ന സമയം ഹരിണിയോട് ഇയാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ഹരിണിയുടെ അമ്മയും തന്റെ നാട്ടുകാരി തന്നെയാണെന്ന്. പറഞ്ഞു വന്നപ്പോൾ അയാൾക്ക് അവളുടെ അമ്മയെ പരിചയം ഉണ്ടായിരുന്നു. അവളുടെ അച്ഛനുമായിട്ട് അവളുടെ അമ്മയുടെ ഡിവോഴ്സ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി അയാൾക്ക് ഉള്ളില് സന്തോഷം തോന്നി. എന്റെ നാട്ടുകാരുടെ മകളായ സ്ഥിതിക്ക് ഇവിടുത്തെ ഈ ജോലി നിനക്ക് തന്നെ ഞാൻ വാങ്ങിച്ചു തരുമെന്ന് സദാശിവൻ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ അവൾ തന്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ പറയുന്നത് അത് ഒരുപാട് ദൂരെയല്ലേ, അത്രയും ദൂരെ നീ പോയി ജോലി ചെയ്യണമെന്ന്. എന്നാൽ അതൊന്നും സാരമില്ലെന്നാണ് അവൾ പറയുന്നത്. അവളുടെ അമ്മ ഉപ്പുമാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരോ ബെല്ലടിക്കുന്നു. അവൾ പോയി നോക്കുമ്പോൾ അത് സദാശിവനായിരുന്നു. അവളുടെ ബയോഡേറ്റയിൽ കണ്ട അഡ്രസ് തേടി അയാൾ വന്നതാണ്. ഇതുവഴി താൻ പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാണെന്നാണ് അയാൾ പറയുന്നത്. അവളുടെ അമ്മയും അയാൾ പരിചയപ്പെടുന്നു. അയാളെ കണ്ടതും അവളുടെ അമ്മ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഉപ്പുമാവിന്റെ സ്മെല്ലടിച്ചതും തനിക്കൊരു പാത്രത്തിൽ കുറച്ച് തന്നുവിടാൻ അയാൾ പറയുന്നു. ഹരിണി നിർബന്ധിച്ചത് കാരണം അവളുടെ അമ്മ കുറച്ച് ഉപ്പുമാവെടുത്ത് അയാൾക്ക് പാത്രത്തിൽ കൊടുത്തുവിട്ടു. അയാൾ ഒരു കാറിലായിരുന്നു വന്നത്. ആ കാറിന്റെ ബാക്കിൽ ഒരു റെഡ് കളറിലുള്ള സ്റ്റിക്കറും ഉണ്ടായിരുന്നു. ഇയാളിങ്ങനെ വന്ന കാര്യമെല്ലാം തന്നെ നീനയോട് ഹരിണി പറഞ്ഞപ്പോൾ നീനയ്ക്ക് അയാളുടെ മേൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നി. ഇന്റർവ്യൂ എടുക്കാൻ പോയെടുത്ത മാനേജർ നിന്റെ വീട് വരെ വരണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകും. നീന അങ്ങനെ പറഞ്ഞപ്പോൾ ഹരിണിക്കും എന്തൊക്കെയോ ഡൗട്ട് തോന്നി. ഹരിണിയുടെ അമ്മയ്ക്ക് യൂട്രസിനെ കുറിച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്ത് കളയുന്നതാ നല്ലതെന്ന് ഡോക്ടർ അവരോട് പറയുന്നു. എന്നാൽ എല്ലാത്തിനും കാശ് കണ്ടെത്തിയെങ്കിലേ പറ്റൂ. അതൊക്കെ ആലോചിച്ച് അവർ ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ആ കമ്പനിയിലുണ്ടായിരുന്ന ഷൺമുഖം എന്ന് പറയുന്ന ആളില്ലേ, അയാള് കുറച്ച് പ്രായമുള്ള ഒരാളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന അവൾ കാണുന്നുണ്ട്. ഷൺമുഖം ഹരിണിയെ കണ്ടതും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാകട്ടെ ഹരിണിയോട് അവളുടെ അമ്മ വന്ന് പറയുന്നുണ്ട്, നീന കോൾ ചെയ്തിരുന്നു, നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്റെ ഫോണിലാണ് വിളിച്ചത്, അത്യാവശ്യമായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന്. ഇത്രയും കാലം നീനയുമായിട്ട് കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞിരുന്ന അമ്മ തന്നെ നീന കോൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് തന്നെ അയക്കുന്നത് കണ്ട് ഹരിണി തന്നെ അതിശയിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് നീനെ ഇഷ്ടമാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് ആ പെൺകുട്ടിയായിട്ടൊരു പ്രശ്നമില്ലെന്നാണ് അവളുടെ അമ്മ പറയുന്നത്. എന്താണെങ്കിലും ഹരിണി റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അവൾ നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് അവളുടെ ഫ്രണ്ടിലേക്ക് ഒരു കാറ് വരികയും ആ കാറ് തന്നെ ഇടിക്കാതിരിക്കാൻ അവൾ പെട്ടെന്ന് പുറകിലേക്ക് ചാടുകയും ചെയ്തു. തലയിടിച്ച് അവൾ താഴേക്ക് വീണതും
അവളുടെ ബോധം പോയി. ബോധം മറയുന്ന സമയത്ത് ആ കാറിൽ നിന്നും ആരോ ഇറങ്ങി തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാറിന്റെ ബാക്കിലുണ്ടായിരുന്നത് അതേ സ്റ്റിക്കറാണ്, സദാശിവന്റെ കാറിന്റെ ബാക്കിലുണ്ടായിരുന്ന സ്റ്റിക്കർ തന്നെ. പിന്നീട് ഹരണിക്ക് ബോധം വരുമ്പോൾ അവൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗിലായിരുന്നു. നമ്മുടെ ദിലീപൻ സ്ഥിരമായിട്ട് പോയി കിടക്കുന്ന ആ ബിൽഡിംഗില്ലേ, അതായിരുന്നു അത്. തന്റെ അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ റേപ്പിനിരയായിരിക്കുന്നു. ആരാണ് തന്നെ റേപ്പ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൾ അവിടെയെല്ലാം ഓടി നടന്നു. സ്റ്റെയറിന്റെ അടുത്ത് നിന്നും അവളുടെ ബാഗ് കിട്ടി. അവൾ ആകെ തകർന്ന് നീനയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ നമുക്ക് ഈ കാര്യം പോലീസിൽ അറിയിക്കണമെന്നാണ് നീന പറയുന്നത്. കുളിക്കാൻ തുടങ്ങിയ അവളെ നീന അതിന് അനുവദിക്കുന്നില്ല. എവിഡൻസ് എല്ലാം തന്നെ ഇല്ലാതാകും, എത്രയും പെട്ടെന്ന് നിന്റെ മെഡിക്കൽ എടുക്കണമെന്നൊക്കെ നീന പറയുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് ഒരു വാർത്തയാകാൻ വേണ്ടിയിട്ട് എനിക്ക് നിന്നുകൊടുക്കാൻ വയ്യാന്നാണ് ഹരിണി പറയുന്നത്. അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകും. ആരാണ് നിന്നോട് ഇത് ചെയ്തതെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നീന ചോദിക്കുമ്പോൾ ഹരിണി മാക്സിമം പലതും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. തന്റെ ബോധം മറിയുന്നതിന് മുമ്പ് അവൾ ആ കാറിന്റെ ബാക്കിലുണ്ടായിരുന്ന സ്റ്റിക്കർ കണ്ടിട്ടുണ്ടായിരുന്നു. അതാ സദാശിവന്റെ കാർ തന്നെയാണെന്ന് അവൾ പറയുന്നു. അയാളാണ് നിന്നോട് ഇത് ചെയ്തതെങ്കിൽ അയാൾക്കിട്ട് നല്ല പണി കൊടുക്കണമെന്നാണ് നീന പറയുന്നത്. ആ സമയത്ത് ഹരിണിയുടെ ഫോണിലേക്ക് അവളുടെ അമ്മയുടെ കോള് വരുന്നുണ്ട്. കോള് കട്ടായി പോയപ്പോൾ തിരിച്ചു വിളിക്കാൻ തനിക്ക് ബാലൻസ് ഇല്ലാന്നും നിന്റെ ഫോണിൽ നിന്ന് അമ്മയെ വിളിക്കാനും ഹരിണി നീനയോട് പറയുന്നു. എന്നാൽ നീ നമ്പർ പറ എന്നാണ് നീന പറയുന്നത്. നിന്റെ ഫോണിൽ എന്റെ അമ്മയുടെ നമ്പർ ഇതുവരെ സേവ് ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ നീന പറയുന്നത് നിന്റെ അമ്മയുടെ നമ്പർ എന്റെ കയ്യിലില്ല, ഞാൻ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല എന്ന്. അത് കേട്ടതോടെ ഹരിണി ഞെട്ടി. കാരണം എന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം നീ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ഹരിണി പറയുന്നു. നീന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന്. അതോടുകൂടി തന്റെ അമ്മ എന്തൊക്കെയോ മറയ്ക്കുന്നെന്ന് മനസ്സിലാക്കി ഹരിണി നീനയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുന്നു. അമ്മയെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് അവളുടെ അമ്മ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതിനെല്ലാം കാരണം സദാശിവനാണ്. അയാൾ നിന്നെ തേടിയല്ലേ വീട്ടിലേക്ക് വന്നത്, എന്നെ തേടിയാണ്. നാട്ടിലായിരിക്കുന്ന സമയത്തെ സദാശിവന് ഹരിണിയുടെ അമ്മയുടെ മുകളിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അവരെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതോ വലിയ വീട്ടിലെ ആലോചന വന്നപ്പോൾ അയാളുടെ അച്ഛൻ പറഞ്ഞ പ്രകാരം അയാൾ വേറെ ഏതോ സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഹരിണിയുടെ അമ്മ സിംഗിളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വീണ്ടും ആ ബന്ധം പുലർത്താൻ അയാൾ വന്നതാണ്. എന്നാൽ അവരതിനെ എതിർത്തു. പക്ഷേ അയാൾ ഇവരെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. ചുറ്റുമുള്ള ആൾക്കാർ ആരും കാണാതെയാണ് അയാൾ ഇവരുടെ വീട്ടിലേക്ക് വന്നത്. ഇന്ന് തൽക്കാലം ഞാൻ പോവുകയാണ്, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് അയാൾ വീട്ടിലേക്ക് വന്നു. ആ സമയം നീ ഉറങ്ങുകയായിരുന്നു. അയാൾ ഭീഷണിപ്പെടുത്തുന്ന കാര്യമൊന്നും നീ അറിയേണ്ടെന്ന് കരുതിയിട്ടാണ് നിന്നെ ഇവിടെ നിന്ന് തൽക്കാലം ഞാൻ നീനയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അവരുണ്ടാക്കുന്ന ഉപ്പുമാവ് ഒരുപാട് ഇഷ്ടമാണ്, അത് കുറച്ച് ഈ പാത്രത്തിൽ തരണമെന്ന് പറഞ്ഞായിരുന്നു അയാൾ വന്നത്. അയാൾ പറഞ്ഞ പ്രകാരം ഉപ്പുമാവൊക്കെ ഇവർ ഉണ്ടാക്കി കൊടുത്തുവിട്ടു. ഇതൊക്കെ കേട്ടതും ഹരിണിക്ക് ദേഷ്യം വരുന്നു. അയാളെ ഞങ്ങൾ വെറുതെ വിടില്ല, ഇപ്പൊ തന്നെ അയാളെ പോയി കാണണമെന്ന് പറഞ്ഞ് നീനിയെ ഹരിണി ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ അപ്പോഴവളുടെ അമ്മ പറയുന്നുണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഉപ്പുമാവ് കൊടുത്തുവിട്ടപ്പോൾ അതിനുള്ളിൽ വിഷം വെച്ചിട്ടാണ് ഞാൻ കൊടുത്തുവിട്ടത്. അയാൾ മരിച്ചു. അതെങ്ങനെ അമ്മയ്ക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഞാൻ അവളുടെ കമ്പനിയിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടുത്തെ ഏതോ സ്റ്റാഫ് അയാൾ മരിച്ചു എന്ന് പറഞ്ഞു. ഇവരുടെ ഈ കോളായിരുന്നു മണി സദാശിവന്റെ വൈഫിനെ വിളിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വന്നത്. നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് മെയിൻ കാരണം എന്തെങ്കിലും കാരണവശാൽ പോലീസുകാര് എന്നെ തേടി വരികയാണെങ്കിൽ ഈ കേസിൽ നീ പെടാൻ പാടില്ല. ആ സമയം നീ ഇവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ മനഃപൂർവ്വം നീനയുടെ അടുത്തേക്ക് വിട്ടത്. എന്താണെങ്കിലും ഇതിന്റെ പിന്നാലെ പോലീസ് വരാൻ പോകുന്നില്ല എന്നാണ് ഹരിണി പറയുന്നത്. അയാൾ സാധാരണ ഇവിടേക്ക് വരുമ്പോൾ ചുറ്റുമുള്ള ആരും അറിയാതെയാണ് വരുന്നത്. ഇന്നും ഇവിടെ വന്ന് പോയതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാകില്ല. സീൻ അവിടെ കട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് സദാശിവന്റെ മൃതദേഹം ഒരു ചെറിയ ടാർപ്പ് കൊണ്ട് മൂടുന്ന ആ സ്റ്റാഫിനെയാണ്. പ്രകാശ് അവിടെ ടെൻഷനായിട്ട് നിൽപ്പുണ്ട്. അയാൾ എങ്ങനെ മരിച്ചതായിരിക്കാമെന്ന് സ്റ്റാഫുകൾ പരസ്പരം സംസാരിക്കുന്നു. അയാളുടെ ബോഡി കിടക്കുന്നതിനടുത്തുള്ള ആ ഒരു മെഷീനില് ഷോക്ക് ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് അതിന് ഷോക്ക് ഉണ്ടെന്ന് അവിടെ എല്ലാവരും പറയുന്നുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ ഷോക്ക് അടിച്ച് അയാൾ മരിച്ചതായിരിക്കാമെന്നാണ് ഇവർ ആദ്യം സംശയിക്കുന്നത്. ആ മെഷീനിലേക്ക് വല്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പ്രകാശ്. അതായത് ഈ ഒരു കഥയിലെ 3ാമത്തെ സസ്പെക്ട് പ്രകാശാണ്. ഇനി നമ്മളെ പ്രകാശിന്റെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. പ്രകാശ് ഒരു ഡ്രൈവറിനെ ഓടിച്ചിട്ടടിക്കുന്നു. ഈ ഡ്രൈവർ അയാളുടെ ഭാര്യയെ സ്ഥിരമായിട്ട് തല്ലുമായിരുന്നു. അതൊരിക്കൽ പ്രകാശ് കണ്ടിരുന്നു. ആ ദേഷ്യത്തിലാണ് പ്രകാശ് ഈ ഡ്രൈവറെ ഓടിച്ചിട്ട് അടിക്കുന്നത്. സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് അവൻ ഒട്ടും ഇഷ്ടമല്ല. ആ അടിയുടെ ഇടയ്ക്ക് പ്രകാശ് ആകട്ടെ ഡ്രൈവറെ റോഡിലേക്ക് പിടിച്ച് തള്ളി. ഏതോ വണ്ടി ഇടിച്ച് അയാൾ മരിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവനാകട്ടെ തന്റെ സൈക്കാട്രിസ്റ്റിനോട് പങ്കുവെക്കുന്നു. അവന്റെ സൈക്കാട്രിസ്റ്റായ മനോഹർ അവന്റെ മരിച്ചുപോയ അച്ഛന്റെ സുഹൃത്തു കൂടിയായിരുന്നു. ആ ഡ്രൈവർ അയാളുടെ ഭാര്യയെ തല്ലുമായിരുന്നു എന്ന് അവൻ പറയുന്നു. അയാളുടെ ഭാര്യയല്ലേ അയാൾ തല്ലിയത്, മറ്റാരും അല്ലല്ലോ. നീ എന്തിനാ അയാളെ ഉപദ്രവിക്കാൻ പോയത്? എന്നാൽ അയാൾ സ്വന്തം ഭാര്യയാണെങ്കിൽ ശരി തല്ലാൻ പാടില്ലായിരുന്നു എന്നാണ് പ്രകാശ് പറയുന്നത്. സ്ത്രീകളുടെ ശരീരം വളരെയധികം സോഫ്റ്റ് ആണ്. അവരോട് നമ്മൾ സ്നേഹത്തോടെ വേണം പെരുമാറാൻ. അവരെ ഒരു രീതിയിലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ആരെങ്കിലും അടിച്ചു എന്ന് കരുതിയിട്ട് നീ എന്തിനാ ഇത്രയധികം ദേഷ്യപ്പെടുന്നത്? ആരും സ്ത്രീകളെ അടിക്കാൻ പാടില്ല എന്ന് അവൻ പറയുന്നു. സ്ത്രീകളെ അടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് ഈ സൈക്കാട്രിസ്റ്റ് ചോദിക്കുമ്പോൾ അവന്റെ മനസ്സിലൂടെ അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ അടിച്ചിരുന്ന കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നു. പക്ഷെ ആ കാര്യങ്ങളൊന്നും സൈക്കാട്രിസ്റ്റിനോട് അവൻ തുറന്നു പറഞ്ഞില്ല. അറിയാതെ എനിക്ക് നിനക്ക് ട്രീറ്റ്മെന്റ് തരാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞതും ട്രീറ്റ്മെന്റ് എനിക്കല്ല തരേണ്ടത്, ഈ സ്ത്രീകളെ അടിക്കുന്നവർക്കാ കൊടുക്കേണ്ടതെന്ന് അവൻ പറയുന്നു. ആ സമയം ആ സൈക്കാട്രിസ്റ്റിന്റെ മകളാകട്ടെ ഇവർക്ക് ചായയുമായിട്ട് വന്നു. എന്നാൽ ചൂട് ചായ അയാളുടെ കയ്യിലേക്ക് അവളെടുത്ത് കൊടുത്തത് കാരണം ദേഷ്യം വന്ന സൈക്കാട്രിസ്റ്റ് ആ മകളെ
ഒരാളെ അവന്റെ മുന്നിൽ വെച്ച് തല്ലുന്നു. ഇത് കണ്ട് പ്രകാശിന് ശരിക്കും ദേഷ്യം വരുന്നു. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അവൻ കമ്പനിയിലേക്ക് തിരിച്ചെത്തിയിട്ട് മരിച്ചുപോയ അച്ഛന്റെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട് അച്ഛന്റെ ഫ്രണ്ടും അച്ഛനെ പോലെ തന്നെയാ, അയാൾ ശരിയല്ല എന്ന്. സ്ത്രീകൾക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നില്ല. ആ സമയത്താണ് അവന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഷീല ക്യാബിനിലേക്ക് കയറി വരുന്നത്. അവൻ ഷീലയോട് വളരെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. തന്റെ ചുറ്റുമുള്ള സ്ത്രീകളെയെല്ലാം അവൻ നല്ല രീതിയിൽ ബഹുമാനിച്ചിരുന്നു. ആ സമയം മണിയാകട്ട മാനേജറിനെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നു. ഡ്രില്ലിംഗ് മെഷീൻ കേടായെന്ന് പറഞ്ഞിട്ട്. അതിന് മാനേജറിന്റെ ആവശ്യം എന്താ, ഞാൻ വരാം, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പ്രകാശ് അവിടേക്ക് ചെല്ലുന്നു. പ്രകാശും എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതായിരുന്നു. അവൻ കുറെ സജഷൻസ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നു. എന്നാൽ അത് കേട്ട് സ്റ്റാഫുകൾ പണിയെടുത്തപ്പോൾ അതിലൊരാളുടെ കൈ മുറിഞ്ഞു. ഇത് കണ്ടുകൊണ്ട് ആകെ ദേഷ്യപ്പെട്ടാണ് മാനേജർ അവിടേക്ക് വരുന്നത്. നീ ചെറിയ പയ്യനല്ലേ, MD ആണെന്ന് പറഞ്ഞ് ആ കസേരയിൽ വെറുതെ കാറ്റും കൊണ്ടിരുന്നാ മതി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നിനക്ക് ഇവിടുത്തെ പണിയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് MD ആയ പ്രകാശിനെ വെറും മാനേജറായ സദാശിവൻ ഇൻസൾട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നന്നായിട്ട് പണിയറിയാവുന്ന ഷൺമുഖനെ വിളിച്ച് ആ മെഷീൻ ശരിയാക്കുന്നു. വെറും ഒരു മെക്കാനിക്കായ അവൻ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രകാശിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനേജർ ഇത് പറഞ്ഞു. ഇതെല്ലാം കാരണം പ്രകാശിന് ഈ സദാശിവത്തിനോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. ആകെ സങ്കടത്തോടു കൂടിയാണ് അവൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവന്റെ അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ അച്ഛനിരുന്ന കാലത്തെ ആ മാനേജർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ കമ്പനി ഇത്രയും ഉയർത്തിക്കൊണ്ട് വന്നത്. അയാൾ കഴിവുള്ളവനാണ്. അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതിയിട്ട് നീ അയാളെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. ആ സമയം അവർക്കൊരു കോള് വരുന്നു. ആ സൈക്കാട്രിസ്റ്റ് ഇല്ലേ, അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവന്റെ അച്ഛന്റെ സുഹൃത്തായതുകൊണ്ട് തന്നെ ഇവർ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടേക്ക് പോകുന്നു. എന്നാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ അയാളുടെ വൈഫും മകളും എല്ലാം തന്നെ പ്രകാശിനെ കണ്ട് പേടിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ വൈഫാകട്ടെ പ്രകാശിന്റെ അമ്മയെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നു. അയാൾ എങ്ങനാ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചതെന്നാണ് അവരെല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് പ്രകാശ് ഇവിടെ വന്നിട്ട് പോകുന്ന സമയത്ത് പ്രകാശ് അയാളെ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്രകാശിന്റെ മുന്നിൽ വെച്ചാണല്ലോ അയാൾ സ്വന്തം മകളെ അടിച്ചത്. ആ ദേഷ്യം പ്രകാശ് അയാളോട് തീർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അയാൾ മരിച്ചത്. അതുകൊണ്ടാണ് അയാളുടെ മകൾ പ്രകാശിനെ കണ്ടപ്പോൾ പേടിച്ചത്. കൂടാതെ അവിടെ കിടന്ന ന്യൂസ് പേപ്പറിൽ തലേന്ന് രാത്രി ആ ഡ്രൈവർ കൊല്ലപ്പെട്ടതിന്റെ വാർത്ത അവൻ കാണുന്നുണ്ട്. പിറ്റേന്ന് പ്രകാശ് ഓഫീസിലേക്ക് എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ഫീമെയിൽ സ്റ്റാഫ് ഷീലയെ അവിടുത്തെ മാനേജർ പിരിച്ചുവിട്ടുവെന്ന്. അവൾ വർക്കൊന്നും മര്യാദയ്ക്കല്ല ചെയ്യുന്നത്, നല്ല എക്സ്പീരിയൻസ് കുറവുണ്ടെന്നൊക്കെയാണ് മാനേജർ പറയുന്നത്. പ്രകാശ് അതിനെ ചോദ്യം ചെയ്തെങ്കിലും മാനേജർ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്നത് സാറാണ്. പക്ഷെ അവൾക്ക് പണിയറിയാത്തത് കാരണം പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് സാറിനാണ്. അതുകൊണ്ട് തിരിച്ചു വിളിക്കാതിരിക്കുന്നതാ നല്ലത്. കുറച്ചുകൂടി നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ താൻ ഒരു ഇന്റർവ്യൂ വെക്കുന്നുണ്ട്. തൽക്കാലം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് പ്രകാശ് അതിന് ഓക്കെ പറഞ്ഞു. പിറ്റേന്ന് താൻ തന്നെ ഇന്റർവ്യൂ എടുക്കാമെന്നായിരുന്നു പ്രകാശ് കരുതിയിരുന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ ഈ മാനേജർ ഇന്റർവ്യൂ വെക്കുകയും ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ നമ്മുടെ ഹരിണിയൊക്കെ വരികയും ചെയ്തു. ഇവരെല്ലാം പോയ ശേഷമാണ് പ്രകാശ് ഓഫീസിലേക്ക് വന്നത്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞുവെന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ മാനേജർ പറയുന്നുണ്ട് താൻ ഇന്റർവ്യൂ എല്ലാം എടുത്തു ഒരു പെൺകുട്ടിയെ സെലക്ടും ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ടതും പ്രകാശിന് ദേഷ്യം വരുന്നു. തൽക്കാലം ആരുടെയും മുന്നിൽ വെച്ച് അവനത് കാണിച്ചില്ല. ഒരു MD ആയിട്ടിരുന്നിട്ട് തനിക്ക് ഒരു ബഹുമാനവും ഈ മാനേജർ തരാത്തത് കാരണം അയാളുള്ള ദേഷ്യം അവന് കൂടിക്കൂടി വരികയായിരുന്നു. മാനേജർ പറഞ്ഞുവിട്ട ആ ഷീല എന്ന് പറയുന്ന പെൺകുട്ടിയെ തേടി പ്രകാശ് പോകുന്നുണ്ട്. അവൾ ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. ഷീല വരുമ്പോ എന്നെ ഒന്ന് കോൾ ചെയ്യണമെന്ന് ഷീലയുടെ അമ്മയോട് പറഞ്ഞിട്ടാണ് പ്രകാശ് വീണ്ടും തിരിച്ച് കമ്പനിയിലേക്ക് വരുന്നത്. ആ സമയം കമ്പനിയിലെ ഒരു മെഷീനിൽ നന്നായിട്ട് എർത്തടിക്കുന്നുണ്ടെന്ന് സ്റ്റാഫുകൾ കംപ്ലൈന്റ് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, ഗ്ലൗസ് ഇട്ട് പണിതാ മതിയെന്ന് മാനേജർ പറഞ്ഞപ്പോൾ പ്രകാശ് അതിന് സമ്മതിക്കുന്നില്ല. സ്റ്റാഫുകളുടെ ജീവൻ പണയം വെച്ച് ഇവിടെ ഒരു വർക്കും വേണ്ടെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ തൽക്കാലം വർക്ക് നിർത്തിവെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്പെയർ ഒക്കെ വരുമ്പോഴേക്കും ഒരാഴ്ച കഴിയും, അതൊന്നും ശരിയാവില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഇതിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ ഇൻസൾട്ട് ചെയ്ത് വീണ്ടും ഈ മാനേജർ പറഞ്ഞു വിടുന്നു. അങ്ങനെ ദേഷ്യം വന്നിട്ടാണ് പ്രകാശ് വീണ്ടും തന്റെ ക്യാബിനിലേക്ക് വരുന്നത്. ആ സമയത്തായിരുന്നു നമ്മുടെ ദിലീപൻ ലീവ് ചോദിക്കാൻ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തുകൊള്ളാനും പറഞ്ഞു. കൂടാതെ ഉടനെ തന്നെ അവന് പ്രൊമോഷൻ കൊടുക്കുമെന്നും പ്രകാശ് അവനോട് പറഞ്ഞു. ആ സമയമാണ് എല്ലാവരും ആഹാരം കഴിക്കാൻ പോയതും ദിലീപ് ആ സ്റ്റോക്ക് എടുത്തുകൊണ്ട് നിന്നതും. ഷീല അതിന്റെ ഇടയ്ക്ക് പ്രകാശിനെ വിളിക്കുന്നു. ഷീല പറയുന്നുണ്ട് തനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, പക്ഷെ ജോലി പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ GM ആകട്ടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി, എന്റെ മുഖത്തടിക്കുകയും ചെയ്തു. ഇത് കേട്ടതോടുകൂടി പ്രകാശിന് ദേഷ്യം വരുന്നു. എല്ലാവരും ഊണ് കഴിക്കാൻ പോയ സമയത്ത് അവൻ ആ പ്ലാന്റിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. മെഷീന്റെ ഒരു സൈഡിലേക്ക് പ്രകാശ് ചെല്ലുന്ന സമയത്ത് മറുപുറത്ത് നമ്മുടെ ദിലീപിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മാനേജർ. ദിലീപൻ പെട്ടെന്ന് അയാളെ പിടിച്ച് തള്ളുന്നുണ്ടല്ലോ. ആ സമയം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിരുന്ന പ്രകാശ് ആകട്ടെ ആ മെഷീൻ ഓണാക്കുന്നു. അതിൽ എർത്തുണ്ടെന്ന് അവൻ അറിയാമായിരുന്നല്ലോ. അതിൽ തൊട്ടുകൊണ്ടായിരുന്നു മാനേജർ നിന്നിരുന്നത്. മാനേജർ പെട്ടെന്ന് അതിൽ തട്ടി വീഴുന്നത് കണ്ടതും പ്രകാശം കരുതുന്നത് താൻ മെഷീൻ ഓണാക്കുകയും അതിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് മാനേജർ താഴെ വീണ് മരിക്കുകയും ചെയ്തു എന്നാണ്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ദിലീപൻ കരുതുന്നത് താൻ പിടിച്ച് തെള്ളുകയും അയാൾ മെഷീനിലേക്ക് പോയി ഇടിച്ചിട്ട് താഴെ വീണ് മരിക്കുകയും ചെയ്തുവെന്ന്. പ്രകാശ് കരുതുന്നത് താൻ സ്വിച്ച് ഓൺ ആക്കി ഷോക്ക് അടിപ്പിച്ച് അയാളെ കൊന്നുവെന്ന്. ഇനി ഹരിണിയുടെ അമ്മ കരുതുന്നത് താൻ കൊടുത്തുവിട്ട ഉപ്പുമാവിലെ വിഷു ഉള്ളിൽ ചെന്ന് ഈ സദാശിവൻ മരിച്ചുവെന്നാണ്. എന്താണെങ്കിലും കഥ പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പോൾ അയാളുടെ മൃതദേഹത്തിന് ചുറ്റും ഈ സ്റ്റാഫുകളെല്ലാം നിൽപ്പുണ്ട്. തൽക്കാലം
തൽക്കാലം ഇയാളുടെ മൃതദേഹം ഇവിടുത്തെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ എടുത്തുകൊണ്ടു പോകാൻ പ്രകാശ് ജോലിക്കാരോട് പറയുന്നു. ആംബുലൻസ് ഒന്നും വിളിച്ച സമയം കളയാൻ നിൽക്കണ്ട, GMന്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അയാളുടെ കാർ നോക്കി അവർ പോകുമ്പോൾ അയാളുടെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അയാളുടെ കാർ എവിടെ പോയി എന്ന് ഇവർ സംശയിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് ഈ മൂവിയുടെ 4ാമത്തെ സസ്പെക്ട് ആയ ഷൺമുഖത്തിനെ നമ്മളെ കാണിക്കുന്നത്. ഇനി ഈ ദിവസങ്ങൾക്കിടയിൽ ഷൺമുഖത്തിന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നും അയാൾക്ക് ഈ കേസുമായിട്ട് എന്താണ് ബന്ധമെന്നും നമ്മൾ കാണാൻ പോകുന്നു. അന്ന് മിഷൻ കേടായ സമയത്ത് പ്രകാശ് പറഞ്ഞു കൊടുത്ത ഐഡിയ കാരണം മിഷൻ ശരിയായില്ലല്ലോ. ആ സമയം സദാശിവൻ ഷൺമുഖനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഷൺമുഖന്റെ കൂടെ നമ്മളെ ഒരാളെ കൂടെ കാണിക്കുന്നുണ്ട്. അത് ഷൺമുഖന്റെ മനസാക്ഷിയാണ്. ഷൺമുഖന് മാത്രം കാണാൻ പറ്റുന്ന അവന്റെ മനസാക്ഷി. അവൻ ജോലി ചെയ്യുമ്പോഴെല്ലാം തന്നെ എല്ലാവരെ പറ്റിയും അവന്റെ മനസ്സ് എന്താണോ പറയുന്നത് അതൊക്കെയാണ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഈ സദാശിവനെ ഇഷ്ടമായിരുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് സദാശിവൻ തന്നെ പൊക്കി പറയുന്നത് ഈ പ്രകാശിനെ ഇൻസൾട്ട് ചെയ്യാനാണെന്നൊക്കെ ഷൺമുഖത്തിന് ഓൾറെഡി അറിയാം. നിന്നെ അയാളുടെ വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് ഇൻസൾട്ട് ചെയ്തു നിനക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് നീ അതൊന്നും മറക്കരുതെന്ന് അവന്റെ മനസാക്ഷി അവനോട് പറയുന്നു. ഈ ഷൺമുഖന് സ്ത്രീകളോട് ഒരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. താഴെ വെള്ളം ഇരുന്നിട്ട് പോലും അത് കുടിക്കാതെ മുകളിലത്തെ ക്യാനിൽ നിന്നും വെള്ളം കുടിക്കാൻ അവൻ പോകുന്നത് ഓഫീസിലുള്ള ഷീലയെ നോക്കാനാണ്. അവന്റെ വീടിന്റെ അടുത്തുള്ള കൽപ്പന എന്ന് പറയുന്ന ഒരു സ്ത്രീയാകട്ടെ അവരുടെ വീട്ടിലെ മോട്ടോർ നന്നാക്കാൻ അവനെ വിളിക്കുന്നു. ഈ കൽപ്പനയുടെ ഹസ്ബൻഡ് മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുകയായിരുന്നു. കൽപ്പനയ്ക്ക് ഷൺമുഖത്തിനോട് ഒരു വല്ലാത്ത ആഗ്രഹമുണ്ട്. ഹസ്ബൻഡിന് സാധിച്ചു തരാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് സാധിച്ചു തരണമെന്നുള്ള രീതിയിലായിരുന്നു കൽപ്പന ഇടയ്ക്കിടയ്ക്ക് ഷൺമുഖത്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇതുവരെയും ഷൺമുഖം കൽപ്പനയോട് അടുത്തിട്ടില്ല. അവന്റെ മനസാക്ഷി അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയും കൽപ്പനയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ. എന്നാൽ ചില നേരത്ത് അവൻ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം അവൻ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാകട്ടെ തല കറങ്ങി വീഴുന്നു. അത് ആ പെൺകുട്ടിയുടെ അച്ഛനായിരിക്കും. അയാളെ രക്ഷിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാമെന്ന് ഷൺമുഖത്തിനോട് അവന്റെ മനസാക്ഷി പറയുന്നു. അവൻ അയാളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ദിവസമാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവനാകട്ടെ ഹരിണിയെ അമ്മയും കാണുന്നത്. ഹരിണിയുടെ സൗന്ദര്യം കണ്ട് അവൻ ഹരിണിയെ നോക്കി നിൽക്കുകയായിരുന്നു. ഇവളെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇവളെ വളയ്ക്കാൻ പറ്റില്ല എന്ന് അവന്റെ മനസാക്ഷി അവനോട് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ അവൻ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിച്ചു. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛനല്ലാതെന്നും ആ പെൺകുട്ടിയുടെ ഭർത്താവാണെന്നും. താൻ എന്ത് പ്ലാൻ ചെയ്താലും ഇങ്ങനെ ഫ്ലോപ്പായി പോകുന്നല്ലോ എന്ന് ചിന്തിച്ച് അവൻ അവിടെ നിന്നും ഇറങ്ങി. വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോകാതെ നിന്റെ ശരീരത്തിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ തീർക്കാൻ നീ കൽപ്പനയുടെ അടുത്തേക്ക് തന്നെ പോകുന്നതാ നല്ലതെന്ന് അവന്റെ മനസാക്ഷി അവനോട് പറയുന്നു. കൽപ്പനയാകട്ടെ അങ്ങനെ കൽപ്പനയുടെ വീടിന്റെ അടുത്തുകൂടി തന്റെ വീടിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കൽപ്പന അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആഹാരം കഴിച്ചിട്ട് പോകാം, ഇവിടെ ഇപ്പോൾ ആരുമില്ല, എന്റെ അമ്മായിയമ്മ മകളെയും കൊണ്ട് പുറത്തു പോയിരിക്കുകയാണെന്ന് പറയുന്നു. അവന്റെ മനസാക്ഷിയും അവനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവളുടെ നിർബന്ധവും മനസാക്ഷിയുടെ പറച്ചിലും എല്ലാം കാരണം ഷൺമുഖം കൽപ്പനയുടെ കൂടെ ആ റൂമിലേക്ക് കയറി. കൽപ്പന ഷൺമുഖത്തിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ആരംഭിച്ചു. കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിച്ചു. ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് കൽപ്പന പുറത്തേക്ക് പോയപ്പോൾ അവളുടെ അമ്മായിയമ്മ തിരിച്ചു വന്നതാണ്. ഷൺമുഖം പെട്ടെന്ന് കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നു. അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ചിട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇറങ്ങി ഓടുകയും ചെയ്തു. കുറച്ചു നേരത്തെ സുഖത്തിനു വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമെന്ന് അവന്റെ മനസാക്ഷി അവനോട് പറയുന്നു. ചില നേരങ്ങളിൽ തന്റെ മനസാക്ഷി തന്നെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ മനസാക്ഷി ഇല്ലാതാക്കാൻ വരെ ഷൺമുഖം ശ്രമിക്കുമായിരുന്നു. ഞാൻ ഇല്ലാതാകണമെങ്കിൽ നീ തന്നെ ഇല്ലാതാകണമെന്നാണ് അവന്റെ മനസ്സ് അവനോട് പറയുന്നത്. അങ്ങനെ ഓരോന്നാലോചിച്ച് വട്ടായിട്ട് അവൻ ക്യാന്റീനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്താണ് ദിലീപിന്റെ കൂടെ അവൻ കൂട്ടിയിടിക്കുന്നതും രണ്ടുപേരുടെ ID കാർഡ് താഴെ വീഴുന്നതും. സദാശിവൻ മരിക്കുന്നതിന് കുറെ മുൻപേ ആ മെഷീനിൽ എർത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഷൺമുഖത്തിനെ അത് ശരിയാക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബോർഡ് കംപ്ലൈന്റ് ആയതാണ്. അത് ഓർഡർ ചെയ്ത് വരുത്തുമ്പോഴേക്കും കുറെ സമയമെടുക്കും. തൽക്കാലത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ട് വരാൻ സദാശിവൻ ഷൺമുഖത്തിന്റെ കയ്യിൽ കാശ് കൊടുത്ത് പറഞ്ഞു വിടുന്നു. തന്റെ കാറും എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ പറയുന്നു. ഷൺമുഖൻ തന്റെ കാർഡ് സ്കാൻ ചെയ്ത ശേഷം പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് കൽപ്പന വേറെ ആരുടെയോ കൂടെ ബൈക്കിൽ പോകുന്നത് ഷൺമുഖം കാണുന്നുണ്ട്. കൽപ്പനയ്ക്ക് വരെ വേറെ ആളെ കിട്ടി. നിന്റെ മനസ്സിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഇപ്പോഴും നീ ഉള്ളിൽ തന്നെ കൊണ്ടു നടന്നുവെന്ന് അവന്റെ മനസാക്ഷി അവനോട് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നോക്കാതെ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയ്ക്കാണ് അവന്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് ഹരിണി വരുന്നത്. ആ ഒരു നിമിഷം പേടിച്ച് അവൾ താഴേക്ക് വീഴുക അവളുടെ ബോധം പോവുകയും ചെയ്തില്ലേ. ആ സമയം ഷൺമുഖത്തിന്റെ മനസാക്ഷി അവനോട് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ എടുത്ത് കാറിലിട്ട് നീ കൊണ്ടുപോയിക്കോ, നിന്റെ ശരീരത്തിന് വേണ്ടുന്ന ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന്. പലതവണ അവൻ ആ ചിന്തകളെ മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ആ ചിന്തകൾ തന്നെ അവന്റെ ഉള്ളിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന്റെ മനസ്സ് പറഞ്ഞത് പ്രകാരം അവൻ ഹരിണിയെ വണ്ടിയിലേക്ക് എടുത്തിട്ട് ആ ആളൊഴിഞ്ഞ ബിൽഡിംഗിലേക്ക് കൊണ്ടുപോയി. ആ സമയം അവന്റെ മനസ്സിലെ ചിന്തകൾ രണ്ടായി മാറി. ഒന്ന് അവനോട് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ വെറുതെ വിടാൻ, നീ ചെയ്യുന്നത് തെറ്റാണെന്ന്. രണ്ടാമത്തത് അവനോട് പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ഒരാണെന്നുള്ള രീതിയിൽ നിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളില്ലേ, ആ ആഗ്രഹങ്ങളെല്ലാം ഈ പെൺകുട്ടിയുടെ ശരീരത്തോട് തീർക്കാൻ. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷന് ശേഷം അവന്റെ നല്ല ചിന്തകളെല്ലാം അവൻ മാറ്റിവെച്ച് ആ നിമിഷം അവൻ ഹരിണിയെ റേപ്പ് ചെയ്യാനാണ് തോന്നിയത്. അങ്ങനെ അവളെ റേപ്പ് ചെയ്ത ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി. കാറിൽ കിടന്ന അവളുടെ ബാഗ് എടുത്ത് ബിൽഡിങ്ങിനുള്ളിലേക്ക് എറിഞ്ഞു. അങ്ങനെ 4 സസ്പെക്ടുകളും അന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു. ഇനി ആരാണ് കില്ലർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അന്ന് രാത്രി പതിവ് പോലെ അതേ ബിൽഡിങ്ങിന്റെ മുകളിൽ സമാധാനമായിട്ടിരിക്കാൻ വന്നതായിരുന്നു ദിലീപൻ. അവന്റെ ഉള്ളില് താൻ കാരണമാണ് സദാശിവൻ മരിച്ചതെന്നുള്ള പേടിയുണ്ട്. പതിവ് പോലെ അവനെ കാണാത്തത് കാരണം അവന്റെ ഭാര്യ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പോലീസുകാർ അവനെ തേടി ആ ബിൽഡിംഗിലേക്ക് വന്നു. എന്നാൽ സദാശിവത്തിനെ
കൊന്നത് കാരണം പോലീസുകാർ തന്നെ പിടിക്കാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഓടിയതും കാൽ വഴുതി അവൻ വീഴുന്നത് ഒരു ID കാർഡിന്റെ അടുത്തേക്കാണ്. അത് തന്റെ തന്നെ ID കാർഡായിരുന്നു. തന്റെ ID കാർഡ് ഇവിടെ വന്നെങ്കിൽ തന്റെ കയ്യിൽ കിടക്കുന്നത് ആരുടെ ID കാർഡാണെന്ന് അവൻ നോക്കുന്നു. അത് ഷൺമുഖത്തിന്റേതായിരുന്നു. എടിക്ക് ഇവർ രണ്ടുപേരും കൂട്ടിയിടിച്ച സമയത്ത് ഇവരുടെ ID കാർഡ് തമ്മിൽ ഇവർ മാറിയെടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ദിലീപന്റെ കഴുത്തിൽ കിടക്കുന്നത് ഷൺമുഖത്തിന്റെ ID കാർഡും അവന് താഴെ നിന്ന് കിട്ടിയത് അവന്റെ സ്വന്തം ID കാർഡുമാണ്. അങ്ങനെയാണെങ്കിൽ ഷൺമുഖം തന്റെ ID കാർഡുമായിട്ട് ഈ ബിൽഡിംഗിൽ വന്നിട്ടുണ്ടെന്ന് ദിലീപന് മനസ്സിലായി. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ദിലീപൻ പോലീസുകാരുടെ കൂടെ വീട്ടിലേക്കെത്തി. ഈ പ്രാവശ്യം അവനവന്റെ വൈഫിനോട് ചൂടായില്ല. ഇവിടെ തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ ഹരിണി തന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി സദാശിവത്തിന് വിഷം കൊടുത്ത് താൻ കൊന്നില്ലെന്നുള്ള കാര്യത്തില് പേടിച്ചിരിക്കുകയായിരുന്നു അവളുടെ അമ്മ. എന്നാൽ നീനി ഹരിണി അവരെ ആശ്വസിപ്പിക്കുന്നു. അയാൾ വന്നതും ആരും കണ്ടിട്ടില്ല. പോലീസുകാർക്ക് അമ്മയെ ഒരു രീതിയിൽ സംശയം തോന്നത്തില്ല. ഇവിടെ പ്രകാശാകട്ടെ തന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ഡ്രൈവറിനെ ഞാൻ മനഃപൂർവ്വം കൊന്നതല്ല, അവനെ ഞാൻ അടിച്ചു എന്നുള്ളത് ശരിയാ. അവൻ റോഡിലേക്ക് ഇറങ്ങിപ്പോയി ആക്സിഡന്റ് ആയി മരിച്ചതാ. ആ സൈക്കാട്രിസ്റ്റ് അങ്കിളിനെ ഞാൻ അടിച്ചായിരുന്നു. പക്ഷെ അയാൾ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. അയാൾക്ക് ഇതിനു മുമ്പേ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം. അത് അയാൾ മരിച്ചുപോയത്. ആ സദാശിവത്തിനെ താൻ കൊല്ലണമെന്ന് വിചാരിച്ചൊന്നും ചെയ്തിട്ടില്ല. ആ മെഷീനിൽ ഷോക്ക് അടിക്കുമെന്നറിയാം. പക്ഷെ ഒരാൾ മരിക്കുന്ന രീതിയിലുള്ള ഷോക്കൊന്നും ഉണ്ടെന്ന് താൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ വെറുതെ അതിൽ തൊട്ടുകൊണ്ടുന്ന സമയത്ത് ഞാൻ സ്വിച്ച് ഓൺ ആക്കിയത്. അറിഞ്ഞുകൊണ്ട് താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ തന്റെ അമ്മയോട് പറയുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ 3 പേരും മരിക്കേണ്ടവര് തന്നെയായിരുന്നു. അവരെല്ലാം സ്ത്രീകളെ ഉപദ്രവിച്ചവരാണ്. ഇത്രയും കാലം അച്ഛനമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടും അമ്മ അതൊന്നും പുറത്തു പറഞ്ഞില്ല. അച്ഛനെ എല്ലായിടത്തും അമ്മ രക്ഷിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ ഞാൻ എന്തെങ്കിലും തെറ്റിയതാലും അമ്മ എന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം. ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഞാൻ പോരാടും. അവരെ ആരെയും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു സൈക്കോയെ പോലെയായിരുന്നു പ്രകാശ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിറ്റേന്ന് രാവിലെ ദിലീപനാകട്ടെ കമ്പനിയിലേക്ക് വരുന്നു. തറയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഷൺമുഖത്തിന്റെ ID കാർഡ് സെക്യൂരിറ്റി ഏൽപ്പിച്ചു. ഷൺമുഖം ആകട്ടെ സദാശിവൻ മരിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ രാവിലെ കമ്പനിയിലേക്ക് പോകുന്നതിന് മുമ്പ് ID കാർഡ് കാണാത്തത് കാരണം ഹർണിയെ റേപ്പ് ചെയ്ത ആ ബിൽഡിംഗിലേക്ക് വരികയും അവിടെയെല്ലാം ID കാർഡ് അന്വേഷിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് കിട്ടാത്തത് കാരണം ആകെ കൺഫ്യൂഷനിലാണ് കമ്പനിയിലേക്ക് അവൻ എത്തുന്നത്. ഇവിടെ സദാശിവൻ മരിച്ചതുകൊണ്ട് അയാളുടെ പോസ്റ്റിലേക്ക് പ്രകാശ് ആകട്ടെ ദിലീപനെ പോസ്റ്റ് ചെയ്യുന്നു. സാലറി പാക്കേജും കൂട്ടി. സദാശിവൻ അവസാനമായിട്ട് ഇന്റർവ്യൂ എടുത്ത ആ ഹർണി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയച്ചേക്കാനും പ്രകാശ് പറയുന്നുണ്ട്. അയാൾ മരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചോട്ടെ. കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ഹർണിക്ക് കോള് വന്നപ്പോഴേക്കും അവൾ ഈ കാര്യം അമ്മയോട് പറയുന്നു. എന്നാൽ ആ സദാശിവൻ ജോലി ചെയ്ത കമ്പനിയിലേക്ക് നിനക്ക് പോകണമെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അമ്മ അയാൾക്ക് വിഷം കൊടുത്ത ശേഷം അവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ആ കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലേ പറ്റൂന്നാണ് ഹരിണി പറയുന്നത്. ഇയാളുടെ മരണമൊന്നും അറിയാതെ തലേന്ന് അയാൾ നന്നാക്കാൻ കൊടുത്തുവിട്ട ആ ബോർഡും അയാളുടെ കാറും ഒക്കെ ആയിട്ട് ഷൺമുഖം കമ്പനിയിലേക്ക് എത്തി. സദാശിവൻ എപ്പോഴും ഷൺമുഖത്തിനോട് പറയുമായിരുന്നു അവൻ കൊണ്ടുകൊടുക്കുന്ന ജ്യൂസ് അയാൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. നാളെ വരുമ്പോഴും അത് കൊണ്ടുവരണമെന്ന് അവനോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ ജ്യൂസ് വാങ്ങിക്കൊണ്ടാണ് അവൻ വന്നത്. ആ സമയം വാച്ച്മാൻ അവന്റെ ID കാർഡ് അവന് കൊടുക്കുന്നു. തറയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ദിലീപൻ സാറ് എടുത്തത് എന്താണെന്ന് പറയുന്നു. അത് കേട്ടതും ഷൺമുഖം പേടിക്കുന്നു. തന്റെ ID കാർഡ് നഷ്ടപ്പെട്ടത് ആ ബിൽഡിംഗിൽ വെച്ചാണ്. അത് ദിലീപന് കിട്ടിയിട്ടുണ്ടെങ്കിൽ താൻ ചെയ്ത തെറ്റുകളെ പറ്റി ദിലീപന് അറിയാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ട് ഷൺമുഖത്തിനുണ്ടായിരുന്നു. ഇവിടെ ദിലീപനാകട്ടെ താൻ കാരണമാണല്ലോ സദാശിവൻ മരിച്ചത്, അയാളുടെ ചെയറിൽ താൻ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സദാശിവൻ മരിച്ചതൊന്നും അറിയാതെ ഷൺമുഖം പതിവ് പോലെ അയാളുടെ ജ്യൂസ് കൊണ്ടുവന്ന് അയാളുടെ ടേബിളിൽ വെച്ചു. അപ്പോഴാണ് മണി വന്ന് അവനോട് പറയുന്നത് ഇനി നീ ജ്യൂസൊന്നും കൊണ്ടുവെക്കേണ്ട കാര്യമില്ല, സദാശിവൻ സാറ് നമ്മളെയൊക്കെ വിട്ടിട്ട് ഇന്നലെ തന്നെ പോയെന്ന്. അത് കേട്ടതും ഷൺമുഖം ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. സാറില്ലാത്ത സ്ഥിതിക്ക് ഈ ജ്യൂസ് ഞാൻ എടുത്തോട്ടെ എന്ന് മണി പറഞ്ഞതും ഷൺമുഖം കേൾക്കുന്നില്ല. അവൻ ആ ജ്യൂസും എടുത്തുകൊണ്ടുപോയി ക്യാന്റീനിൽ കൊണ്ടുപോയി വാഷ് ബേസിന് അതെല്ലാം ഒഴിച്ചു കളഞ്ഞു. ആ ജ്യൂസ് കുപ്പിയിൽ അടിഭാഗത്തായിട്ട് കുറെ മെർക്കുറി ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഷൺമുഖം സ്ഥിരമായിട്ട് സദാശിവന് ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ മെർക്കുറി കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. ആ മെർക്കുറി ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാന്റീനിന്റെ ബാക്കിലുള്ള ഏരിയയിൽ മണ്ണിലേക്ക് അവൻ ഒഴിക്കുന്നു. അതിന്റെ മുകളിലേക്ക് കുറച്ച് മണ്ണുകൂടി മൂടിയിട്ടിട്ട് അവൻ അവിടെ നിന്നും പോയി. അപ്പോഴേക്കും കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഹരിണി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സദാശിവൻ മരിച്ചതിനെ പറ്റി ആളുകൾ സംസാരിക്കുമ്പോൾ ഹരിണിയും കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. സ്റ്റാഫുകൾ പരസ്പരം ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. MDക്ക് തലവേദനയായിട്ടാണ് മാനേജർ ഇവിടെ നിന്നതെങ്കിലും ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ മാനേജർ സദാശിവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ദിവസം പോലും കമ്പനിക്ക് ഓഫ് കൊടുത്തില്ല. അതൊക്കെയായിരുന്നു സ്റ്റാഫുകളുടെ പരാതി. ഷൺമുഖം ഇതെല്ലാം കേട്ടുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ക്യാനിന്റെ അടുത്തേക്ക് പോകുന്നു. അവൻ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നേരത്തെ ഷീലയിരുന്ന ക്യാബിനിൽ ഹരിണി ഇരിക്കുന്നത് കണ്ട് അവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. താൻ റേപ്പ് ചെയ്ത പെൺകുട്ടി തന്റെ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറിയിരിക്കുന്നു. ആ നിമിഷം അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. താനിനി എങ്ങനെ അവളെ ഫേസ് ചെയ്യുന്നുള്ള ചിന്തയിലായിരുന്നു അവൻ. ആകെ സങ്കടത്തിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയം ക്യാന്റീനിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ് ഹരിണി. ക്യാന്റീന്റെ ബാക്കിൽ നിന്ന് 2 പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിലെ ഷൺമുഖം സദാശിവം മരിച്ചത് ഇപ്പോഴാണ് അറിഞ്ഞതെന്നാണ് അവർ സംസാരിക്കുന്നത്. ഇന്നലെ സാറിന്റെ കാർ എടുത്തിട്ട് അവൻ ആ ബോർഡ് നന്നാക്കാൻ പോയതല്ലേ, അതിനുശേഷം ഇപ്പൊ രാവിലെയാണ് കാറൊക്കെ ആയിട്ട് അവൻ തിരിച്ചു വന്നത്. ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് ഹരിണിയും കേട്ടു. തലേന്ന് സദാശിവനല്ല കാറുമായിട്ട് പോയത്, അതിനു പകരം ഷൺമുഖനാണ് പോയതെങ്കിൽ ഉറപ്പായിട്ടും ആ കാറില് തന്നെ കടത്തിക്കൊണ്ടുപോയതും ഷൺമുഖനാണ്, തന്നെ റേപ്പ് ചെയ്തതും ഷൺമുഖനാണ്. താൻ വിചാരിച്ച പോലെ സദാശിവൻ
സദാശിവനല്ല ഇതൊന്നും ചെയ്തത്. ആ സ്റ്റാഫുകൾ അവിടെ നിൽക്കുമ്പോൾ തറയിൽ കിടക്കുന്ന മെർക്കുറി അവർ കാണുന്നുണ്ട്. ഈ മെർക്കുറി ഇവിടെ എങ്ങനെ വന്നു എന്ന് അവർ പരസ്പരം സംസാരിക്കുന്നു. ഇത് വളരെയധികം അപകടം പിടിച്ചതാണ്. ആഹാരത്തിലൂടെ ഇത് നമ്മളുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ നമ്മളുടെ അവയവങ്ങളെ പതിയെ പതിയെ അത് നശിപ്പിക്കും. ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആള് മരിച്ചു വരെ പോകും. അതുകൊണ്ട് ഇത് ആരുടെ ശരീരത്തിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് മണ്ണിട്ടത് മൂടി. ഈ ഷൺമുഖൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ സ്റ്റാഫുകളോട് ഷൺമുഖം എവിടെയെന്ന് ചോദിക്കുന്നു. അവൻ ആ റൂമിലുണ്ടെന്ന് പറഞ്ഞ് അവർ ഒരു റൂം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആത്മഹത്യ ചെയ്ത നിലയിൽ നിൽക്കുന്ന ഷൺമുഖത്തിനെയാണ്. അതോടെ അവൾക്ക് മനസ്സിലായി തന്നെ റേപ്പ് ചെയ്തതിലുള്ള കുറ്റബോധത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്ന്. കമ്പനിയിൽ വെച്ച് അയാൾ തന്നെ കണ്ടിട്ടുണ്ടാകാമെന്ന്. എന്നാൽ ബാക്കി സ്റ്റാഫുകളെല്ലാം ഇത് കണ്ട് വിചാരിക്കുന്നത് ഷൺമുഖവുമായിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരുന്ന മാനേജർ മരിച്ച സങ്കടത്തിലും കൂടി അവൻ ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നാണ്. എന്നാൽ വേറെ ചില സ്റ്റാഫുകൾ പറയുന്നുണ്ട് ഒരിക്കലും ആയിരിക്കില്ല. ഷൺമുഖവും മാനേജരും തമ്മിൽ അത്ര നല്ല ബന്ധമൊന്നും ആയിരുന്നില്ല. മാനേജർ ചില സമയത്ത് അവനെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും ഈ മാനേജറുടെ മകളെ വിവാഹാലോചിച്ച് അയാളുടെ വീട്ടിൽ ഇവൻ ചെന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവനെ അടിക്കുകയും ഇവനെ നാണം കെടുത്തി വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട് ഈ മാനേജർ. അതുകൊണ്ട് ആ മാനേജർ മരിച്ചതിന്റെ പേരിൽ ഇവൻ ആത്മഹത്യ ചെയ്യില്ല. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മറ്റാരെക്കായാലും ഷൺമുഖത്തിന് മാനേജറിനോട് വളരെയധികം ദേഷ്യമുണ്ട്. ചില സമയങ്ങളിൽ അവന്റെ മനസാക്ഷി അവനെ കൊണ്ട് തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. മാനേജറിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൻ ദിവസവും അയാൾക്ക് കൊണ്ടുകൊടുത്ത ജ്യൂസിൽ മെർക്കുറി കലക്കി കൊണ്ടുകൊടുത്തത്. ചിലപ്പോൾ കുറെ നാളായിട്ട് അയാൾ ആ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടായിരിക്കാം അയാൾ മരണപ്പെട്ടത്. ദിലീപൻ, പ്രകാശ്, ഹരണിയുടെ അമ്മ, ഷൺമുഖം, ഇതിൽ ആരുടെ കൈകൊണ്ടായിരിക്കാം സദാശിവൻ മരണപ്പെട്ടിരിക്കുന്നത്? ഇവർ 4 പേരും സ്വയം വിചാരിക്കുന്നത് താനാണ് കൊലയാളി എന്നാണ്. യഥാർത്ഥ കൊലയാളി ആരായിരിക്കാമെന്ന് നമ്മൾ തന്നെ ഊഹിച്ച് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.